24 മണിക്കൂറിനുള്ളിൽ നഷ്ടപ്പെട്ടത് 3 പേരുടെ ജീവനാണ്. അത് നമുക്കൊട്ടും ഒരു ചെറിയ കണക്കല്ല 3 പേര് മരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണക്കാരായ മനുഷ്യരാണ്, പലപ്പോഴും ആദിവാസികളാണ്. അവരുടെയൊക്കെ ജീവന് വില കൽപ്പിക്കപ്പെടാത്ത ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിൽക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത് രജേഷ്? അങ്ങനെയൊന്നും കണക്കാക്കേണ്ടതില്ല. അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്നതിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയൊക്കെ വിവിധ തരത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈ വകുപ്പുകൾ തമ്മിലുള്ള ഒരു കിടമത്സരം, അത് പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നാണ് വനം വകുപ്പ്, മറ്റൊന്ന് ട്രൈബൽ വകുപ്പ്, ഒന്ന് ഗ്രാമപഞ്ചായത്ത്, മറ്റ് വകുപ്പുകളൊക്കെ സംയോജിതമായി ചേർന്ന് പോകുന്നതിനുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ വന്യമൃഗ ആക്രമണമായാലും മറ്റ് പ്രശ്നങ്ങളായാലും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും. ഈ സംയോജനം നടക്കുക എന്ന ഒരു കാര്യത്തിൽ ഒരു വീഴ്ചയുണ്ട്. ആ വലിയ വീഴ്ചയെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വനം വകുപ്പിന് നിലവിൽ നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് മതിയായ വാഹനമില്ല, മതിയായ ഇന്ധനമില്ല, വാഹനത്തിൻ്റെ കുറവുകളുണ്ട് എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്കനെ പരിഹരിക്കാൻ വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റെല്ലാ വകുപ്പുകൾക്കകത്തും സംയോജിത പദ്ധതികളുണ്ട്. ഇപ്പോൾ കാർഷിക മേഖലയിൽ സംയോജിത പദ്ധതിയുണ്ട്, ട്രൈബൽ മേഖലയിൽ സംയോജിത പദ്ധതിയുണ്ട്, വെറ്റിനറി മേഖലയിൽ സംയോജിത പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ വനം വകുപ്പിനകത്തും ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് ഒരു പുതിയ സംയോജിത പദ്ധതിക്ക് വേണ്ടി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫെൻസിങ്ങുകളൊക്കെ ഇട്ടുകൊടുക്കാൻ വനം വകുപ്പ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും അതിന് കേടുപാട് പറ്റിയ പരിശോധിച്ച് പരിഹരിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഒറ്റത്തവണ ഇത് നിർമ്മിച്ചു കൊടുക്കുന്നതിന് മാത്രമാണ് പദ്ധതിയുള്ളത്. അത് അറ്റകുറ്റപ്പണി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നയമോ പദ്ധതിയോ ഇല്ലാത്തത് വലിയ ആശങ്കയാണ്. അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്തുകളിൽ സംയോജിതമായ ഒരു പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ DPC യോഗത്തിന് കഴിഞ്ഞ 2-3 മാസം മുമ്പുള്ള കളക്ടർ യോഗത്തിനകത്തും കഴിഞ്ഞ വട്ടമുണ്ടായ ആക്രമണത്തിന് ശേഷം കൂടി യോഗത്തിനകത്തും നമ്മളിത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കളക്ടറെ കണ്ടപ്പോൾ അതിനുശേഷം DPCക്ക് അയക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സംയോജിത പദ്ധതി വന്ന് ഈ ഫെൻസിങ്ങിൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയാൽ മാത്രമാണ് ഇപ്പം നിലവിൽ ഈ പ്രശ്നത്തിനൊരു നമുക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ.